കടുത്തുരുത്തി ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ 35 കോടി രൂപ ചെലവഴിച്ച് ഉദ്ഘാടനം ചെയ്ത ബൈപ്പാസ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് ഫെബ്രുവരിയിൽ തുറന്നു കൊടുക്കുമെന്ന് മോൻസ് ജോസഫ് MLA പറഞ്ഞു. നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ തനിക്കെതിരെ രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്ന കുപ്രചരണങ്ങളും വ്യക്തിവിരോധവും അവസാനിപ്പിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ സ്വപ്ന പദ്ധതിയായ കടുത്തുരുത്തി ബൈപ്പാസ് ഉടൻ തുറന്നു കൊടുക്കുന്നതിനെതിരെ വില കുറഞ്ഞ പ്രസ്താവനകളുമായി വരുന്ന തരംതാഴ്ന്ന രാഷ്ട്രീയം കടുത്തുരുത്തിയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബൈപ്പാസ് തുറക്കിയാലെന്നും ബൈപ്പാസ് നിർമ്മാണം എന്നേക്കുമായിട്ട് ഇത് അവസാനിച്ച് കിടക്കുകയാണെന്നും കള്ളപ്രചരണം നടത്തിയ ആളുകൾക്ക് മറുപടി കൊടുക്കേണ്ടത് ബൈപ്പാസ് പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുന്നതിലൂടെയാണ്. നാട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോൾ അത് കുളമാക്കാൻ വേണ്ടി, അത് കലക്കിക്കളയാൻ വേണ്ടി ദുഷ്ടലക്ഷ്യത്തോടുകൂടി ഇറങ്ങിത്തിരിക്കുന്ന രാഷ്ട്രീയ വൈര്യത്തോടുകൂടി പെരുമാറുന്ന ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ തരംതാന്ന രാഷ്ട്രീയത്തെ ശക്തമായിട്ട് അപലപിക്കുകയാണ്. ഇപ്പോൾ ഈ കടുത്തുരുത്തി ബൈപ്പാസ് ഓപ്പൺ ചെയ്യുന്നു പറയുമ്പോൾ ഉപകാരം ചെയ്തതിൽ ഉപദ്രവിക്കാതിരിക്കണമല്ലോ. ഇതൊക്കെ എന്തൊരു ലജ്ജാകരമായ പ്രതികരണമാണ് ഇന്നലെ അവരുടെ സംഘടനയുടെ ഒരു സംസ്ഥാന നേതാവ് നടത്തിയിരിക്കുന്നത്. അടിത്തറ ഇളകി നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ജൽപ്പനങ്ങൾ, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് വിരളി പിടിച്ചു നിൽക്കുന്ന ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇന്നലെ ചൂണ്ടിക്കാണിച്ച എന്താണ്, ബൈപ്പാസിൻ്റെ ഒരു വശം ഇടിഞ്ഞിരിക്കുന്നു. ഒരിടിച്ചിലുമില്ല. ബൈപ്പാസ് ബലവത്തായി സുരക്ഷിതമായി പണിയുന്നു എന്നുള്ളതാണ് സത്യം. കേരള കോൺഗ്രസ് എമ്മിന് ഒരിടത്തും ജയിപ്പിക്കാൻ കഴിയാത്തതിന്റെ ജാള്യത മറയ്ക്കാൻ പാഴ്വേലയായി മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ എന്നും MLA പ്രതികരിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കേരള കോൺഗ്രസ് എമ്മിന്റെ എല്ലാ അധ്യായങ്ങളും അടയുമെന്നും MLA പറഞ്ഞു.